കഴിയാൻ വന്നിരിക്കുന്നതാണ്. എല്ലാവർക്കും ചിത്ര വ്ളോഗിലേക്ക് സ്വാഗതം കേട്ടോ. മോഹൻ കഴിവാൻ പതിവ് പോലെ വന്നിരിക്കുന്നു. അപ്പോൾ അവൻ ചീപ്പിട്ട് ചീകണം അവന്. അപ്പം എല്ലാവരും ഇത് കണ്ടോ കയറിയിരിക്കുന്നത്. അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഒന്ന് ലൈക്ക് ഷെയറും കമൻറ്റൊക്കെ ചെയ്യണേ. അപ്പോൾ മോൻ്റെ വീഡിയോയുടെ കൂട്ടത്തിൽ നമ്മുടെ ഡെയിലി വിശേഷങ്ങളും എല്ലാം ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടോ, ഇതവൻ്റെ സ്ഥിരം പതിവാട്ടോ. അവൻ ഒത്തിരി പ്രാവശ്യം മോഹമൊക്കെ കഴുകിയതാ, എന്നിരുന്നാലും വന്ന് ചെയ്യും കേട്ടോ. കണ്ടില്ലേ, ഇത് സ്കൂബിൻ്റെ ആണാ? ഇത് സ്കൂബിൻ്റെ ചീപ്പാണാ? ഇത് സ്കൂബിൻ്റെ ചീപ്പാണാ? സ്കൂബിന് ചീകാൻ ഡാഡ വച്ചിരിക്കുന്നതാണോ ഇത്? തന്നെ ഉണ്ട് മമ്മി, പേടിക്കണ്ട. ഇവിടെ തന്നെ ഉണ്ട് കേട്ടാ. ഒരുത്തൻ മമ്മിയെ കാണാൻ വേണ്ടി വന്ന് കിടക്കണേ. മമ്മി ഇവിടെ ഉണ്ട്, മോൻ്റെ ചിക്കനൊക്കെ വെച്ച് തരാം കേട്ടാ. കേട്ടാ, ഒരു നേരെ എണ്ണീന്ന് മാറൂല കേട്ടോ. കണ്ടോ ആയിരിക്കും. ഫ്രണ്ട്സ്, നമ്മൾ മോൻ്റെ വീഡിയോയുടെ കൂട്ടത്തിൽ കുറച്ച് നമ്മുടെ അടുക്കള വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് ഹോളി അല്ലേ, അപ്പോൾ അത് കാരണം എല്ലാവരും അവധിയാണ്. എല്ലാവരും ഇന്നലെ കിടന്ന് ഉറങ്ങിയത് 2 മണിക്കാണ്. ഞാൻ നേരത്തെ കിടന്ന് ഉറങ്ങി. കാരണം നമ്മുടെ ക്ലബ്ബിൽ ഹോളിയെ വരവേൽക്കുന്ന ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായി. അപ്പോൾ അതിൻ്റെ അനുഷ്ഠാനവും ഒക്കെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. എല്ലാവരും ഉറങ്ങേണ്ട, പിള്ളേരൊക്കെ താമസിച്ച് എണീക്കുള്ളൂ. അതുകൊണ്ട് അടുക്കളപ്പണി ആദ്യം തന്നെ ഞാൻ ജ്യൂസിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇവിടെ ഭയങ്കര ചൂടാണ്. അപ്പോൾ ഞാൻ പതിവ് പോലെ തന്നെ ബീട്രൂട്ട്, നെല്ലിക്ക, ആപ്പിള്, ക്യാരറ്റ്, ഇച്ചിരി ഇഞ്ചി, പിന്നെ ഇന്തുപ്പ്, നാരങ്ങ ഞാൻ പിഴിഞ്ഞ് ഒഴിക്കിട്ട് ജ്യൂസ് അടിച്ച് അങ്ങ് ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ചു. കാരണം മോന് ഇച്ചിരി തണുപ്പ് അത്യാവശ്യമാണ്. അപ്പോൾ അത് കാരണം ജ്യൂസ് അടിച്ച് ആദ്യം അതങ്ങോട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ പൊന്നുമോൻ്റെ സ്കൂബി മോൻ്റെ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എല്ലാവരും വീട്ടിൽ നിൽക്കുന്നതല്ലേ, ഇച്ചിരി ബംഗാളി കറി, മീൻ കറിയൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ 2-3 ദിവസമായിട്ട് പച്ചക്കറി കേട്ടോ. അപ്പോൾ ഞാനിത് ജ്യൂസ് അടിച്ചിട്ട് വരട്ടെ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ജ്യൂസ് അടി കഴിഞ്ഞു കേട്ടോ. അതിലേക്ക് കുറച്ച് നാരങ്ങയും കൂടെ ഒഴിച്ച് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർ എണീക്കുമ്പോൾ കൊടുക്കാം. മോഹന് ഇത്തിരി തണുപ്പ് വേണം കേട്ടോ, അതാണ് കാര്യം. അപ്പോൾ നമ്മളിത് അതിൽ ഇന്ദുപ്പുമാണ് ഇടുന്നത് കേട്ടോ. ഞാൻ ഇന്ദുപ്പും ഇട്ട് ഈ നാരങ്ങയും പിഴിഞ്ഞ് ഒന്ന് ഇളക്കി നമുക്കങ്ങോട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് ബാക്കിയുള്ള പണികൾ. അപ്പോൾ ഇന്ന് ഞങ്ങൾ രാവിലെ കഴിക്കുന്നത് ഓട്സും ഒക്കെയാണ്. കൂടുതലൊന്നും കഴിക്കുന്നില്ല. ഇന്ന് എല്ലാവരും എണീക്കുന്നൊക്കെ താമസിക്കായിരിക്കും. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇനി എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. പിന്നെ ഹസ്ബൻഡിനൊക്കെ നമ്മൾ ഓട്സൊക്കെ കൊടുത്ത് അവിടെ നിർത്തും. അപ്പോൾ ഇതിൻ്റെ പരിപാടി കഴിഞ്ഞു, ജ്യൂസിൻ്റെ പരിപാടി കഴിഞ്ഞു. ജ്യൂസായി, അതുകൊണ്ടൊന്ന് ഫ്രിഡ്ജ് വെച്ചിട്ട് വരട്ടെ. അപ്പോൾ ഇന്ന് എല്ലാവരും ഉള്ളതുകൊണ്ട് മീൻ കറി വെക്കാമെന്ന് വിചാരിച്ചു. മീൻ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്, കാണിച്ചു തരാം. അപ്പോൾ അതിൽ മീൻ നമ്മൾ ബംഗാളി കറിയല്ലേ വെക്കുന്നത്. അപ്പോൾ അതിൽ ഞാനിത് പൊട്ടോള് മാർക്കറ്റിൽ നിന്നൊക്കെ വന്നപ്പോൾ കഴുകി വെച്ചാണ്. എന്നാലും ഞാനിന്ന് ഈ മഞ്ഞപ്പൊടിയിൽ ഇട്ടിട്ടുണ്ട്. ഒരു തക്കാളി വേണമായിരുന്നു. അപ്പോൾ അതും മഞ്ഞപ്പൊടി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. മഞ്ഞപ്പൊടി ഉപ്പും കൂടെ ഇട്ടിട്ട് ഞാൻ വെള്ളത്തിൽ കുറച്ച് നേരം വെക്കുകയെ, എന്നിട്ട് കഴുകിയിട്ട് വെക്കുള്ളൂ. നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ റഫായിട്ടൊന്ന് കഴുകണം. പിന്നെ മഞ്ഞപ്പൊടി വെള്ളത്തിലിട്ട് ഒന്ന് കഴുകണം. കഴുകിയിട്ട് പിന്നെ നമ്മൾ 2-3 വെള്ളത്തിൽ മാർക്കറ്റിൽ കിടക്കുന്ന സാധനമല്ല. അപ്പോൾ ഞാൻ ഈ മഞ്ഞപ്പൊടി ഉപ്പ് വെള്ളത്തിൽ ഇട്ടിരിക്കുന്നതാണ്. ഇതൊന്ന് ഇനി അരിഞ്ഞ് നമ്മൾ മീനിലിടാനാണ്. നിങ്ങളൊക്കെ ഓർക്കും ഇത് എന്താണെന്ന്. അപ്പോൾ മീനിൽ ഒരു ഉരുളക്കിഴങ്ങും ഇടും, ഈ ബൈഗനും ഒന്ന് ഫ്രൈ ചെയ്തിടും. അപ്പോൾ ബൈഗൻ ഞാൻ കഴുകി വച്ചേക്കുന്നതാണ്. മഞ്ഞപ്പൊടി വെള്ളത്തിൽ ഇതിടുന്നതിന് മുമ്പ് ഞാനൊന്ന് കഴുകി വച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഒന്നും കൂടെ ഞാൻ കഴുകിയിട്ട് ഇത് അരിഞ്ഞ് ഒക്കെ ഫ്രൈ ചെയ്തിട്ട് ജീരകം ഇട്ട് അരച്ച് ഒരു മീൻ കറി കേട്ടോ. അപ്പോൾ അത് വെക്കാനാണ്. അപ്പോൾ മീനിന് വേണ്ടി ഞാൻ ജീരകം വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഇനി അരിച്ചെടുത്ത് കഴുകി അരയ്ക്കും ഞാൻ. വേറെ ഒന്നുമില്ല, ഇച്ചിരി ഇഞ്ചിയും കൂട്ടി അരയ്ക്കും. അപ്പോൾ ഈ പലപ്പോഴും ഞാൻ ജീരകത്തിൻ്റെ മീൻ കറി വെക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കറി അതാണ്. ഇതൊക്കെ തയ്യാറാക്കി വെക്കുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് അലക്കാനിട്ടിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ മീൻ ഇത് റൂയി മീനാണ്. അപ്പോൾ ഞാനത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. ഇനി ഉപ്പിട്ട് തേക്കണം കേട്ടോ. തേച്ചിട്ട് ഇത് ഫ്രൈ ചെയ്തിട്ട് ഞങ്ങൾ ജീരകം വെച്ച് ഇറക്കുള്ളൂ. പിന്നെ മോൻ്റെ ചിക്കൻ്റെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് മെൽട്ടായിട്ടുണ്ട്. അതൊന്ന് നല്ലവണ്ണം കഴുകി. ഇന്നലെ മോന് തൈരും പഴവുമായിരുന്നേ. അപ്പോൾ ഇന്ന് ചിക്കൻ കൊടുക്കാമെന്ന് വിചാരിച്ചു, പാവം. അപ്പോൾ അവന് ഇടയ്ക്ക് ചിക്കൻ ഭയങ്കര ഇഷ്ടമാണല്ലോ. എപ്പോഴും നമ്മൾ വെജും പഴവും ആപ്പിളൊക്കെ കൊടുത്താലും ശരി. അപ്പോൾ അവൻ്റെ ചിക്കൻ പുറത്തിട്ടിട്ടുണ്ട്, നമ്മുടെ മീൻ പുറത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴുകി എടുത്ത് വെക്കുന്നതൊക്കെ കാണിച്ചു തരാം. ഇടയ്ക്ക് നമ്മൾ അലക്കാനും കുറേ ഉണ്ടായിരുന്നു, അലക്കാൻ ഇട്ടു കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇനി അലക്കി മുകളിൽ കൊണ്ടുവന്ന് വിരിക്കണം. ആ പണിയും ഇടയ്ക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് മീനിന് വേണ്ട
പൊട്ടോള് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും പൊട്ടോൾ എന്തോ ഇങ്ങനെ ചെത്തണമെന്നേ. പൊട്ടോൾ ഇങ്ങനെ ചെത്താൻ പാടുള്ളൂ. അത് മുഴുവനും ക്ലീനാക്കി ചെത്തി കഴിഞ്ഞാൽ അത് ഭയങ്കര സോഫ്റ്റായിട്ട് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഈ ബംഗാളികളൊക്കെ പറയുന്നത് പൊട്ടോൾ ഇങ്ങനെ വേണം, കുറച്ച് ഇത് തൊലി വെച്ചിട്ട് വേണം ചെത്താൻ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെത്തിയിരിക്കുക. ഇതൊക്കെ വറുത്ത് വരുമ്പോൾ ഒന്നും ഉണ്ടാവില്ല, കുഴഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ഞാനിത് കുറച്ച് പൊട്ടോൾ, കത്തിരിക്ക ഒക്കെ എടുത്തിട്ടുണ്ട്. ഇത് ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളുപ്പ്, ഉപ്പ് അധികം ഇടില്ല, ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്യും. ഇത് മീൻ കഴുകി ഉപ്പിട്ട് തേച്ച് കഴുകിയിട്ട് ഞാൻ ഇത് മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ട് വെച്ചിരിക്കുന്നത്. അതിനുള്ള ജീരകം അരച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾ പലപ്പോഴും ഈ കറി കണ്ടിരിക്കും, ഞാൻ പല വീഡിയോസിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ അത് ഈ പച്ചമുളക് അതിന് വേണ്ടി. പിന്നെ നമ്മൾ സെപ്പറേറ്റ് കറി വെക്കുന്നത് പാവക്ക ഞാൻ മഞ്ഞൾപ്പൊടിയിലൊക്കെ ഇട്ട് കഴുകി അതിൻ്റെ അത് ഇതൊക്കെ ഇട്ടിട്ട് പാവക്ക ഒരു വറുത്ത കരോള വറുത്ത വെക്കാൻ പോകുന്നതാണ്. അതിൻ്റെ ഇടയ്ക്ക് ചോറ് വെക്കണം. അപ്പോൾ ഇതൊന്ന് വറുക്കട്ടെ. ഇതൊക്കെ മഞ്ഞൾപ്പൊടി ഇട്ട് തേച്ച് വെച്ചിട്ട് വറുക്കട്ടെ കേട്ടോ. പിന്നെ ഉണ്ടല്ലോ ഫ്രണ്ട്സ്, ചൂടായത് കാരണേ നമ്മൾ ബോട്ടിലൊക്കെ നിറച്ച് വെച്ച പടപടാന്നും പറഞ്ഞോട്ട് ബോട്ടിൽ അക്വഗാർഡിലൊക്കെ നിറച്ച് വെച്ച പടപടാന്നും പറഞ്ഞ് തീരുന്ന കേട്ടോ. അപ്പോൾ ഇന്ന് ഈ ബോട്ടിലുകളായി. അപ്പോൾ ഈ ബോട്ടിൽ കഴുകണമെങ്കിലും നിറക്കണമെങ്കിലും ഒക്കെ ഞാൻ തന്നെ കൈ വരണം കേട്ടോ, ആരും ചെയ്യത്തില്ല. അപ്പം നിറച്ച് വെച്ചാൽ കുടിക്കാൻ ആൾക്കാർ വന്ന് ഇരിക്കും. അത് ആ ഗാലറിയിലേക്ക് എടുത്ത് വെക്കും. അപ്പോൾ ഒരു കയ്യിൽ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും ബോട്ടിലല്ല, ഇനിയും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇനി നിറച്ച് വെക്കണം കഴുകിയിട്ട്. ഇന്ന് ദീപക്കില്ല, അവരുടെ ഹോളിയല്ലേ. ദീപക്ക് ഹോളി കളിക്കൂല, അവന് പനി വന്ന് എണീറ്റതേ ഉള്ളൂ. എന്നിരുന്നാൽ രാവിലെ വന്നില്ല കേട്ടോ. അപ്പോൾ മുറ്റമൊക്കെ അടിച്ചു കഴുകിയിട്ടൊക്കെ വന്നു, മുറ്റമൊക്കെ അടിച്ചു കഴുകിയിട്ടൊക്കെ വന്നു. ഇന്ന് വേസ്റ്റുകാരനൊക്കെ അവധിയാണ്, മുനിസിപ്പാലിറ്റിയൊക്കെ അവധിയാണ്, കടകൾ തുറക്കില്ല. 11 മണി കഴിഞ്ഞാൽ കടകളെല്ലാം പൂട്ടും. ഇന്ന് ഹോളി ആയതുകൊണ്ട് കളറടിക്കലും. ഇവിടെ ഞങ്ങൾ പണ്ട് ഹോളി കളിക്കാൻ പോകുമായിരുന്നു കേട്ടോ. ഞാൻ പോകാറില്ല കേട്ടോ, മോളും അങ്ങനെ പോകാറില്ല. പക്ഷേ എൻ്റെ ഹസ്ബൻഡും മോനും നല്ലവണ്ണം, മോനിപ്പോഴും ഹോളി കളിക്കുന്ന ആളാണ്. അവൻ ഉച്ച കഴിയുമ്പോൾ ഇറങ്ങും പതുക്കെ. ഇവിടെ ഒരു പൂജയുണ്ട്, ആ പൂജ കഴിഞ്ഞിട്ട് അവർ ഹോളി കളിക്കാൻ ഇറങ്ങുള്ളൂ കേട്ടോ. അപ്പോൾ അതൊരു 10-11 മണിക്കായിരിക്കും ആ പൂജ വരുന്നത്. ആ പൂജ വരുമ്പോഴത്തേക്കും അവർ ഇറങ്ങും. ആ പൂജ കഴിഞ്ഞിട്ടാണ് അവർ ഹോളി കളിക്കാൻ ഇറങ്ങുന്നത്. അപ്പോൾ എല്ലാവരുടെ പണിയൊക്കെ കഴിഞ്ഞ്, അടുക്കള പണിയൊക്കെ കഴിച്ചു വെച്ചിട്ടാണ് എല്ലാവരും ഇറങ്ങുന്നത്, പെണ്ണുങ്ങളൊക്കെ ഹോളി കളിക്കാനേ. ഞാൻ കാണിച്ചു തരാമേ. പിന്നെ എന്ന് വെച്ചാൽ മോന് ഇറങ്ങും. ഇപ്പോൾ ഹസ്ബൻഡ് കുറേ വർഷങ്ങളായിട്ട് ഇപ്പം കളിക്കാറില്ല. ഞാൻ പണ്ട് തൊട്ടേ എനിക്കില്ല കേട്ടോ, എനിക്കിഷ്ടമല്ല ഇത്. പിന്നെ ഇപ്പോൾ എല്ലാവരും ഒരുപാട്, പണ്ടൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. ഇപ്പോൾ എല്ലാവരും നിർത്തി അതൊക്കെ. കാരണം വീടുകൾ ചീത്തയാകുന്നത്, ഷീറ്റ് ചീത്തയാകുന്നത്, ഈ കളർ പോകാൻ തന്നെ ഏകദേശം ഒരു 6 മാസം പിടിക്കും തുടച്ച്. അതുകൊണ്ട് ഞാൻ മോനെ ഒന്നും ഇതിൻ്റെ അകത്തേക്ക് കയറ്റൂല. കുളത്തിൽ പോയി കുളിച്ചിട്ടൊക്കെ വന്നിട്ട് വരാൻ പറയും. പിന്നെ ആ തുണി അങ്ങോട്ട് വേസ്റ്റിലേക്ക് കളയും കേട്ടോ. കഴുകണ പരിപാടിയൊന്നുമില്ല. ഏതെങ്കിലും പഴയ തുണിയൊക്കെ എടുത്തായിരിക്കും നമ്മൾ ഹോളി കളിക്കാൻ പോകുന്നത്. പിന്നെ ആരെങ്കിലും വരും ഹോളി വരാൻ, അവർ കാലിൽ ഇട്ടിട്ട് പോകും. കളിക്കാത്തവരാണെങ്കിൽ കാലിൽ നമുക്ക് അർപ്പണം ചെയ്തിട്ട് പോകും, അങ്ങനെയാണ്. അപ്പോൾ ഇന്ന് ദീപക്കവധി, നല്ല പണിയായിരുന്നു. മുറ്റമൊക്കെ അടിച്ച് കഴുകി തുടച്ചൊക്കെ വന്നു. ഇനി തുണികളൊക്കെ കൊണ്ടിരിച്ചു. അടുക്കളപ്പണി ഒന്ന് ഒതുക്കി വെച്ചിട്ട് പോയി കഴിഞ്ഞിട്ട് വേണം തൂത്ത് തുടക്കാൻ. അതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇതൊക്കെ അപ്ലോഡ് ചെയ്യാൻ. അപ്പോൾ എന്തെങ്കിലും കണ്ടൻറ്റ് വേണ്ടേ. അപ്പോൾ എൻ്റെ ഡെയിലിയുള്ള മോൻ്റെ വീഡിയോയുടെ കൂട്ടത്തിൽ തന്നെ ഡെയിലിയുള്ള ആ ഒരു തിരക്കും എല്ലാം ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ എൻ്റെ ഒരു കയ്യിൽ വീഡിയോ ആണ്. ഇതൊക്കെ ഞാൻ നല്ലവണ്ണം കഴുകിയിട്ട് ഞാൻ വരാം, എന്നിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ബോട്ടിലുകളൊക്കെ ഇങ്ങനെ കഴുകി ഓരോന്ന് വെക്കുന്നുണ്ട്. ഇനി വെള്ളം പിടിച്ച് വെക്കണം. ഒരുപാടുണ്ട് കേട്ടോ ബോട്ടിലുകൾ. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ മീൻ വറുക്കാൻ വേണ്ടി, ബംഗാളി മീനല്ലേ, അപ്പോൾ ഞാൻ കടുകെണ്ണയിൽ തന്നെ കടുകെണ്ണയിൽ തന്നെ വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. എല്ലാം ഒന്ന് വറക്കണം. പൊട്ടോൾ നല്ലതാണ് കേട്ടോ, ബ്ലഡ് ഊറാൻ പറ്റിയ പച്ചക്കറിയാണ്, വെജിറ്റബിളാണ് പൊട്ടോൾ എന്ന് പറയുന്നത്. ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ടാവും. ഇത് കേട്ടോ, കാണിച്ചു തരാം. ഇതാണ് സാധനം കേട്ടോ. ഇത് ഗോവക്കയല്ല, ഇത് പൊട്ടോളാണ്. ഇതിൻ്റെ ഹാർഡായിട്ടുള്ള സ്കിന്നാണ് കേട്ടോ. എല്ലാവരും കോവക്കാന്നൊക്കെ വിചാരിക്കും, കോവക്കയൊന്നും അല്ല. ഇത് നല്ല വിലയുമാണ് കേട്ടോ. ഇതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് വരട്ടപ്പോഴത്തേക്ക് മിഷൻ ചെയ്ത് അടിഞ്ഞു. കുറച്ച് കുപ്പികളും കൂടെ ഉണ്ട് കഴുകാൻ. ഇങ്ങനെ ഓട്ടമാണ് കേട്ടോ, ഭയങ്കര ഒരു ഓട്ടപ്പന്തയമാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം തൂത്ത് തുടക്കാൻ. ഗ്യാസ് തീരാറായെന്ന് തോന്നുന്നു. ഗ്യാസ് സിലിണ്ടർ കൊണ്ടുവന്ന് ഇവിടെ വച്ചിട്ടുണ്ട് കേട്ടോ, എടുത്ത് ഫിറ്റ് ചെയ്യണം. കത്തുന്നിടത്തോളം കത്തട്ടെ. ഗ്യാസ് സിലിണ്ടർ ഇവിടെ വച്ചിട്ടുണ്ട്, അപ്പോൾ അതൊന്ന് ഫിറ്റ് ചെയ്യണം.
പിന്നെ എന്തെന്നറിയാമോ, നമുക്ക് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നമുക്ക് ചൂടത്തും മഴയത്തും ഒക്കെ എണീക്കണം. നമുക്ക് ഒരേ പണിയാണല്ലോ. ചൂടായിരുന്നാലും മഴയായിരുന്നാലും മഞ്ഞായിരുന്നാലും നമുക്ക് ശ്വാസം ഇപ്പോൾ ഓടി ഓടി പണി ചെയ്തേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ കഴിക്കാൻ പറ്റൂ, മറ്റുള്ള പണികൾ നടക്കൂ. പിന്നെയെന്ന് വെച്ചാൽ ഫ്രണ്ട്സ്, ദീപക്ക് വന്നാൽ എനിക്ക് ശ്വാസം വിടേണ്ട ടൈം കിട്ടും. ദീപക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ ശ്വാസം കൂടെ വിടാൻ സമയം കിട്ടില്ല കേട്ടോ. കാരണം എന്തെന്ന് പറഞ്ഞാൽ എൻ്റെ ദം പോവും. ഓടി 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 നമ്മൾ ഇനി വിളക്ക് എത്തിക്കണം. അപ്പം മീൻ കൈ കൊണ്ട് എടുക്കുന്നുള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു മീനിൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് കുളിക്കാം. രാവിലെ മീനിൻ്റെ പരിപാടി കഴുകി വച്ചിട്ട് കുളിക്കാം. എനിക്ക് കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മീനിൻ്റെ ഇറച്ചിയുടെയൊന്നും പരിപാടി ചെയ്യുന്നത് അത്ര വലിയ ഇഷ്ടമല്ല. അപ്പം മീനിൻ്റെ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ രാവിലെ കഴുകി വെക്കും കേട്ടോ. ഉച്ചക്കൊക്കെ വെക്കണമെങ്കിൽ രാവിലെ കഴുകിയൊക്കെ വച്ചിട്ട് ഞാൻ കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ 2-3 പ്രാവശ്യം കുളിച്ചിരുന്നാലും പിന്നെ എനിക്ക് കുളിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ മീനൊക്കെ കഴുകി വെക്കുക. അപ്പം അങ്ങനെ കഴുകി വെച്ചിട്ടുണ്ട്. അപ്പം മീനിൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് പോയി കുളിച്ച് കഴിഞ്ഞിരുന്നാൽ നമുക്ക് നേരെ പോയി അടിച്ച് വാരി തുടച്ച് ഒന്ന് വിളക്കെത്തിക്കാമല്ലോ. അപ്പോൾ ഇത് രാവിലെ എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അതിരാവിലെയൊക്കെ എടുക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ മോൻ്റെ വീഡിയോയുടെ കൂട്ടത്തിൽ ഇതും കൂടെ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ. ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഇറച്ചി വെക്കുന്നുണ്ട് കേട്ടോ, വെക്കുന്നുണ്ട്. ആമ്മയുടെ ചാക്കരേ, ആമ്മയുടെ പൊന്നും കട്ടേ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ കുറേ കുപ്പികളൊക്കെ നിറച്ച് വെച്ചു കേട്ടോ. അപ്പോൾ അതങ്ങോട്ട് ഗാലറിയിലേക്ക് വെക്കട്ടെ. ഫ്രിഡ്ജിൽ വെക്കേണ്ട കാച്ചിൻ്റെ കുപ്പിയുണ്ട്, അതായത് ബോട്ടിൽ, ചില്ലി ബോട്ടിൽ, അത് അങ്ങോട്ട് വെക്കണം. നമ്മൾ ഓരോന്നോരോന്ന് ഇതിലേക്ക് സെറ്റ് ചെയ്ത് വെക്കട്ടെ. ദീപക്കിനെ കണ്ടു കേട്ടോ. ദീപക്ക് അവിടെ ഇരിപ്പുണ്ട് കണ്ടോ. ദീപക്ക് ഇവിടെ അവധി എടുത്തിട്ട് നടക്കുന്നുണ്ടോ റോഡിൽ. ഇവിടെ അവധിയായിരുന്നു കേട്ടോ നമ്മുടെ വീട്ടിൽ. അപ്പോൾ ദീപക്കിനെ കണ്ടുകൊണ്ട് ദേ വരുത്താൻ. ഇപ്പോൾ റോഡിലൊക്കെ ഇപ്പോൾ ഒച്ചയും ബഹളമൊക്കെ വന്നു തുടങ്ങി. ഇനി ഒരു 11 മണിയാകുമ്പോൾ കള്ളറും കാര്യങ്ങളും കേട്ടോ. പിള്ളേരൊക്കെ ഇറങ്ങിത്തുടങ്ങി. കണ്ടോ പൊന്നെ, ദീപക്കിനെ കണ്ടോ? ദീപക്കിനെ കണ്ടു എന്ന് വന്ന് പറയുന്നത് കണ്ട. ദീപക്കിനെ കണ്ട. ദീപക്ക് ഇന്ന് ഇവിടെ അവധി. എന്നിട്ട് ദീപക്ക് ഇങ്ങനെ റോഡിൽ തേരാപ്പാറ നടക്കുന്ന. ആ ദീപക്കിനെ കണ്ടു എന്ന് വന്ന് പറയണാണ് അവൻ. കണ്ടോ ദീപക്കിനെ കണ്ടു എന്ന്. ഇന്ന് അവധിയാണ്. ആ കടയിൽ ഇത് കണ്ടോ, ആ കടയിലൊക്കെ ഹോളിയുടെ കളറൊക്കെ വിൽക്കുന്നതാണ്. പിള്ളേരൊക്കെ കളി തുടങ്ങി. പിള്ളേരൊക്കെ ഹോളി കളി തുടങ്ങി. കുറച്ച് കഴിയുമ്പോൾ വലിയ ആൾക്കാർ തുടങ്ങും. പിള്ളേരൊക്കെ കളി തുടങ്ങി കേട്ടോ. ഇത് കണ്ടോ ഹോളി കളി. കുറച്ച് കഴിയുമ്പോൾ ഈ റോഡൊന്ന് നിറയും കേട്ടോ. ഈ കട മാത്രമേ തുറന്നിട്ടുള്ളൂ. ഇത് ഹോളിയുടെ സാധനങ്ങൾ വിൽക്കണ. ബാക്കി എല്ലാം പൂട്ടാട്ടോ. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ നല്ല തിരക്കായിരിക്കും കേട്ടോ ഇവിടെ. പിള്ളേരൊക്കെ ഒരു 11 മണിയാകുമ്പോൾ കളറും ഒക്കെ ആയിട്ട് നല്ല ഇവിടെ പിള്ളേർ ഇവിടെ ആനന്ദമാണ് കേട്ടോ. കുറേ കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അതിന് മുമ്പ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യും, അതുകൊണ്ട് എനിക്ക് പറ്റത്തില്ല. പിന്നെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഹോളിയൊക്കെ ഉള്ളത് കാണിച്ചു തരാം. മോൻ്റെ കൂട്ടുകാരനും ബൈക്ക് വെച്ചിട്ട് പോയി കേട്ടോ. അപ്പം പിന്നീട് വരാം. അപ്പോൾ എല്ലാവരും കളിക്കുന്നതൊക്കെ കാണാം കേട്ടോ. എന്നിട്ട് ഇത് കൊണ്ടുപോയി ഇതിൻ്റെ അകത്ത് വീലുണ്ട്. അപ്പോൾ വീലങ്ങോട്ട് നമ്മൾ പിടിച്ചോണ്ട് പോയാൽ മതി. സ്റ്റെപ്പിൻ്റെ അവിടെ ഇരുന്നതാണ് കേട്ടോ. ഇന്നലെ രാത്രി ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. എനിക്ക് തോന്നി ഗ്യാസ് പോകുന്നു. അപ്പോൾ ഇത് ഗ്യാസ് ഫിറ്റ് ചെയ്യുന്നത് വേറെ ആരും. അപ്പോൾ ഈ ഗ്യാസ് ഫിറ്റ് ചെയ്തു. പിന്നെ കറിയുടെ ഇത് ജീരകമൊക്കെ ഒന്ന് വഴറ്റിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ മീനൊക്കെ അതേ വറുത്തു. മീനൊക്കെ വറുത്ത് എനിക്ക് തോന്നി കേട്ടോ ഗ്യാസ് തീരുന്നത്. മീനൊക്കെ വറുത്ത് അവൻ്റെ ചോറ് വെക്കുമ്പോഴാണ് അത് പോയത്. അപ്പോൾ ഞാനത് നമ്മുടെ വീഡിയോ എടുക്കുമ്പം ഗ്യാസ് അങ്ങനെ ഓൺ ചെയ്യുമ്പോൾ വീഡിയോ എടുക്കാൻ പാടില്ല കേട്ടോ മൊബൈലും കൊണ്ട്. അതുകൊണ്ടാണ്. പക്ഷേ ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗ്യാസ് വർക്ക് ചെയ്യുന്ന സമയത്ത് വീഡിയോ എടുക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. മൊബൈൽ വർക്ക് ചെയ്യാൻ പാടില്ല എന്നാണ്. എന്നാലും കുക്കിംഗ് വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ ചെയ്യണമല്ലോ. അപ്പോൾ ദീപക്ക് നമ്മളവിടെ വന്നില്ല കേട്ടോ. അപ്പോൾ വേറെ എവിടെയോ പോയിട്ട് അവൻ ഇപ്പോൾ പോകുന്നുണ്ട് അവൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ അവൻ രാവിലെ എവിടെയോ വർക്ക് ചെയ്തിട്ട് പണി ചെയ്തിട്ട് ഇപ്പോൾ അവൻ്റെ വീട്ടിലേക്ക് പോകുന്ന നമ്മുടെ മോൻ കണ്ടു സ്കൂബി. പക്ഷെ മോൻ വന്ന് അടുക്കളയിൽ ഇങ്ങനെ കുടുങ്ങി എന്നോട് പറയുന്ന ദീപക്കിനെ കണ്ടു എന്ന് കേട്ടോ. അപ്പോൾ ഞാൻ വിയർക്കുന്ന ഫ്രണ്ട്സ്. എനിക്ക് ഈ ചിമ്മിനിയുടെ സൗണ്ടും എക്സോസ്റ്റ് ഫാനിൻ്റെ സൗണ്ടും വന്നാൽ നമുക്ക് മൊബൈൽ ഇതിൽ സൗണ്ടും വരത്തില്ല. സൗണ്ട് പറയിരിക്കും. അപ്പോൾ അതും ഓഫ് ചെയ്തപ്പോൾ ഭയങ്കര ചൂട്. ഞാൻ എപ്പോഴും നമ്മുടെ
തോളിൽ ഒരു ഒരു ഹാങ്ക് ഇട്ടിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ, വിയർപ്പൊക്കെ തുടക്കാൻ. എനിക്ക് വിയർപ്പൊക്കെ വരുന്ന ഭയങ്കര ഇറിറ്റേഷനുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ വീഡിയോ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ചിമ്മിനിയും ഒക്കെ ഓൺ ചെയ്യും കേട്ടോ. അപ്പോൾ ദീപക്കില്ലെങ്കിൽ നമുക്ക് ശ്വാസം വിടാൻ സമയമില്ല. പിന്നെ അവരുടെ പണിക്കാരല്ലേ, അവരൊക്കെ അവരുടേതായ മനസ്സല്ലേ. ചിലപ്പോൾ എവിടെയെങ്കിലും അത്യാവശ്യം വീട്ടിൽ വിളിച്ചിട്ടുണ്ടാവും, അതായിരിക്കാം പോയത്. അവനിപ്പോൾ അവൻ്റെ വീട്ടിലേക്ക് പോയി കേട്ടോ. ഇനിയിപ്പോൾ 11 മണിയാകുമ്പോൾ ഇവിടെ കളി തുടങ്ങുമല്ലോ. ഇപ്പോൾ നമ്മുടെ മോൻ റൊട്ടി ഉണ്ടായിരുന്നു, ഇന്നലത്തെ റൊട്ടിയായിരുന്നു കേട്ടോ, പിന്നെ ഇന്നത്തെ കറിയായിരുന്നു. അപ്പോൾ അവൻ അത് മതി എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ ആരും റൊട്ടിയൊന്നും ഇവിടെ കഴിച്ചില്ല. എല്ലാവരും വന്നപ്പോൾ 2 മണിയായി. അപ്പോൾ അത് കാരണം ആ റൊട്ടി ഇതൊക്കെ കൊടുത്തു. നമ്മുടെ പുള്ളിക്കാരൻ ഓട്സ് കഴിച്ചു. ഇനി മോൻ്റെ ചോറ് അടുപ്പത്തിരിക്കുന്നു. ചോറായി. ഇനി ഒരു പരിപ്പ് വെക്കും, ഒരു ബംഗാളി പരിപ്പ് കേട്ടോ. അതും വെച്ച് പാവക്ക കൊണ്ടൊരു വറുത്ത ഉണ്ടാക്കും. അപ്പോൾ ഇത് മതി. മീൻ കറിയൊക്കെ ഉണ്ടല്ലോ. തുണികളൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് വിരിക്കുന്നു. ബോട്ടിൽ വെള്ളം എടുത്ത് വെക്കുന്നു. നമ്മുടെ കൈ വന്നില്ലെങ്കിൽ വെള്ളം നിറക്കിയില്ല. ബോട്ടിലൊക്കെ 2 പ്രാവശ്യം കഴുകണം, വെള്ളം നിറക്കണം. ഇനിയും ഉണ്ട് കേട്ടോ ബോട്ടിൽ. അപ്പോൾ മീനിൻ്റെ പരിപാടി ഇതിപ്പോൾ ഒന്ന് വറ്റിക്കഴിഞ്ഞാലായി കേട്ടോ. അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് ഒരു ട്രിപ്പ് തുണി വിരിച്ചിട്ട് വരാം. ബോട്ടിലിരിപ്പുണ്ട്, അത് നമ്മുടെ ഹസ്ബൻഡിനെ ഏൽപ്പിച്ചിട്ടോ. ഹസ്ബൻഡ് ഇനി 3 ദിവസം അവധിയാണ് കേട്ടോ. കാരണം ഇന്ന് ഹോളി, നാളെ ശനി ഞായർ, ഇനി തിങ്കളാഴ്ച പോകത്തുള്ളൂ. അപ്പോൾ മോളിപ്പോൾ ഒരു ട്രിപ്പ് തുണി വിരിച്ചിട്ട് വരാം ഓടി. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഒരു ട്രിപ്പ് തുണി കൊണ്ടൊന്ന് വിരിച്ചു കേട്ടോ. ഇനി അടുത്ത ട്രിപ്പ് മോൻ വന്നില്ല കേട്ടോ. മോനെ ഇങ്ങോട്ട് കയറി വന്നില്ല, ഭയങ്കര വെയിൽ കേട്ടോ. അപ്പോൾ അടുത്ത ട്രിപ്പും കൂടെ കൊണ്ടുവരണം. എന്നിട്ട് ചോറൊക്കെ വച്ചിട്ടാണ് പോയത്. ഇതിലിനി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇടും കേട്ടോ. അധികം ഉപ്പിടാൻ പാടില്ല, എന്നാലും ഒരു നുള്ളുപ്പിടാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഡോക്ടറൊക്കെ. അപ്പോൾ അവൻ്റെ ചിക്കനും ചോറുമാണ്. അപ്പോൾ ചോറ് ഇനിയും വേകാനുണ്ട് കേട്ടോ, അരി വേകാനുണ്ട്. അപ്പോൾ നമ്മൾ ചോറ് ഇടുമ്പം തന്നെ അവനും കൂടെ ഇങ്ങോട്ട് എടുക്കും കേട്ടോ. അപ്പോൾ ആ ചോറ് ഇത്രയും കൂടെ വേകാനുണ്ട്. അവന് ഈ വേഗിലൊന്നും അവൻ കഴിക്കത്തില്ല. അവന് ഇച്ചിരി നല്ലവണ്ണം ഇറങ്ങണം തൊണ്ടയിൽ. മീനുമായി വെള്ളം എടുത്ത് വെച്ചു. മീൻ ഇച്ചിരിയും കൂടെ വറ്റി കഴിഞ്ഞാൽ ഞാൻ ആ പാവയ്ക്കയും പരിപ്പും ഒക്കെ വെക്കും. ചോറായി. അപ്പോൾ ഇന്നത്തെ തിരക്കും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ ഫ്രണ്ട്സ്. മുകളിൽ അവൻ വന്നില്ല കേട്ടോ, ഭയങ്കര വെയിൽ. കുട്ടുകുടാ വിയർത്തൊഴുകണം. നമ്മുടെ പാവയ്ക്കും വെക്കാനുണ്ട്. പിന്നെ ഞാൻ മീനെല്ലാം വെന്ത് കഴിയുമ്പോൾ ഈ പച്ചമുളകൊന്ന് അരിഞ്ഞിടും കേട്ടോ. പാവയ്ക്ക മോള് വെച്ചോളാമെന്ന് പറഞ്ഞു. പിന്നെ ഈ അടിക്കാനും തുടക്കാനും പോകുന്നു. അത് കഴിഞ്ഞ് വിളക്കെത്തിക്കണം. ഇതൊക്കെയാണ് പണി. അപ്പോൾ ചോറൊക്കെ ആയി. മോളിൽ നിന്ന് വന്നപ്പോൾ തളർന്നു കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഒരു ജ്യൂസ് കുടിക്കാൻ വേണ്ടി വന്ന് ഫാനിൻ്റെ അടിയിൽ വന്നിരുന്നതാണ്. ഭയങ്കര ചൂട്, വിയർത്ത് കുളിക്കുന്നു. ഇത് കണ്ടോ, മോൻ ഇന്നലെ ഹോളിയുടേത് കത്തിക്കാൻ പോയപ്പോൾ കുറച്ചൊക്കെ കളർ ഇടുമല്ലോ. ആ കളറോടെ കുളിച്ചിരുന്നാലും പോകത്തില്ല കേട്ടോ, കുറേ നാൾ പിടിക്കുന്നത്. അതോടെ വന്ന് കിടന്നിട്ട് പോകും. ഇത് പൊടിയാണെങ്കിൽ പോകും കേട്ടോ. വേറൊരു സാധനമുണ്ട്, അതാണെങ്കിൽ പോകത്തില്ല കേട്ടോ. ഇത് പൊടിയായതുകൊണ്ട് പോകും. ഇതിനി 2-3 പ്രാവശ്യം കഴുകണം. ഇന്നടുത്ത് ഇനി കഴുകണം ഇത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ അടിച്ചു വാരലൊക്കെ പണി ആകുന്നു കേട്ടോ. അപ്പോൾ അത് അടിച്ചു വാരി എടുത്ത് ഇവൻ്റെ കുറച്ച് മുടിയേ കിട്ടുള്ളൂ കേട്ടോ, വേറെ ഒന്നും ഉണ്ടാകത്തില്ല. എന്നാലും ഇനി അടിച്ച് തുടച്ച് വിളക്ക് കത്തിക്കണം. ഇതൊക്കെ തന്നെയാണ് പണികൾ. അവൻ മുകളിലേക്ക് വന്നില്ല കേട്ടോ, ചൂട് കൊണ്ടിട്ട്. പാവം ചേട്ടൻ്റെ കൂടെ AC കിടക്കണം, കാണിച്ചു തരാം. എല്ലാവരും വീട്ടിലുണ്ടെങ്കിൽ ഫ്രണ്ട്സ് നമുക്ക് പണി ഒതുങ്ങുന്നതും പാടാണ് കേട്ടോ. ആരും ഇല്ല, എല്ലാവരും പോകുന്ന സമയം നമുക്ക് പെട്ടെന്ന് ആരാമായിട്ട് ചെയ്യാം. ഇതിൻ്റെ ഇടയ്ക്ക് 100 ചായയും ഇതിടലും എല്ലാം കൂടെ. ഇനി തുടച്ച് ഒക്കെ കഴിഞ്ഞ് വിളക്കെത്തിച്ച് വന്നാൽ എത്ര മണിയാവുമെന്നൊന്ന് ഓർത്ത് നോക്കൂ. ഇന്ന് ചേട്ടൻ ഇവിടെ കിടക്കണുണ്ട്. ചേട്ടൻ്റെ കൂടെ AC റൂമിൽ കിടക്കണം. ചൂടായതുകൊണ്ട് പൊന്നു വന്നില്ലല്ലോ മമ്മിയുടെ അടുത്ത്. എന്താ ഈ ചൂടായതുകൊണ്ടാണ് പൊന്നു വരാത്തത്? ഭയങ്കര ചൂട്. മോൻ വരാത്തത് തന്നെ നല്ലത്. ഭയങ്കര ചൂടെന്ന് വെച്ചാൽ ഭയങ്കര ചൂട്. ചേട്ടനോട് പറഞ്ഞ് മമ്മിയോട് സഹായിച്ചു കൊടുക്കാൻ. അതെങ്ങനെയാണ്? നീയും ചേട്ടൻ്റെ മുമ്പിൽ കിടക്കുന്നതല്ലേ ചേട്ടൻ്റെ കൂടെ, പിന്നെ എങ്ങനെ മമ്മിയെ സഹായിക്കുന്നത്? ഫാൻ ഓഫ് ചെയ്യാതെ ഇവിടെ അടിക്കാൻ പറ്റൂല മക്കളെ. അടിച്ചു വാരണം. റൂമിൽ കയറിയിട്ട് എന്താ തണുപ്പ്. അയ്യോ, തലവഴിയൊക്കെ വിയർത്ത് ഒഴുകണ ഭഗവാനെ. ഡാഡി തുണിയൊക്കെ മടക്കണം അലമാരയുടെ.
കുളിച്ചാലും പോകാത്ത കളർ. അപ്പോൾ ഇന്നും കൂടെ കളിച്ചിട്ട് വരുമ്പോൾ മുഴുവനും ഒരു തലങ്ങണിയിലായി കളറ്. ഇനി എല്ലാത്തിലും ആവും. അതിന് മുമ്പ് ഈ വെള്ള ഷീറ്റ് അങ്ങ് മാറ്റട്ടെ. അച്ചു വേണ്ടാത്ത കളർ ഇടരുതേ, പൊടി മാത്രമേ ഇടാവൂ. ആ മെഴുക് പോലത്തെ കളറൊന്നും തേക്കല്ലേ മോനെ. പില്ലോയിലൊന്നൊക്കെ വന്ന് കിടന്നൊക്കെ പോവില്ല. അപ്പം ഇദ്ദേഹം നമ്മുടെ പൊന്ന് ഇവിടെ അച്ഛനുണ്ട്, ചേട്ടനുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ചൂടുമായതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങില്ല. ഇങ്ങനെ കളിച്ചൊക്കെ അവരോട് കിടക്കും കേട്ടോ. ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിക്കുക, പ്രോത്സാഹിപ്പിക്കുക. നമ്മുടെ തിരക്കും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ. അപ്പോൾ ഇനി തുടച്ച് വിളക്കൊക്കെ കത്തിക്കണം. അപ്പം നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.